ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് പുഡിങ്ങിന്റെ റെസിപ്പി ആയിട്ടാണ്. പാലും തേങ്ങയും കൊണ്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണ്. അധികം ചേരുവകളും വേണ്ട, തയ്യാറാക്കി എടുക്കാനും എളുപ്പമാണ്, കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. അപ്പോൾ ഈ പുഡിംഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺഫ്ലോർ ആണ് യൂസ് ചെയ്യുന്നത്. ജലാറ്റിനോ അഗറോ ഒന്നും ഇതിന് വേണ്ട. 1/4 കപ്പ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് പാല് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ചേർക്കാത്ത പാലാണ്. മിക്സ് ചെയ്യുമ്പോൾ കട്ടയില്ലാതെ തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഞാനൊരു പാത്രത്തിലോട്ട് 2.5 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അപ്പം മൊത്തം നമ്മൾ 3 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് നമുക്ക് കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തീ മീഡിയത്തിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പുഡിംഗ് ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് നോൺ സ്റ്റിക്ക് പാൻ ആണ്, അല്ലെങ്കിൽ അടി പിടിക്കും പെട്ടെന്ന്. ഞാനിപ്പോൾ സ്റ്റീൽ പാത്രമാണ് എടുത്തിരിക്കുന്നത്. കുറച്ചൊന്ന് കുറുകി വരുമ്പോഴേക്ക് നോൺ സ്റ്റിക്ക് പാനിലോട്ട് മാറ്റും. വലിയ നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടെങ്കിൽ ആദ്യമേ അങ്ങ് നോൺ സ്റ്റിക്ക് പാനിൽ ഒഴിച്ചിട്ട് ചെയ്താൽ മതി. ഇപ്പം ഇത് കുറുകി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് 2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ഓപ്ഷണൽ ആണ്. വാനില എസൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏലക്ക പൊടിയോ അല്ലെങ്കിൽ ഏലക്കയുടെ എസൻസോ ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിതൊന്ന് നോൺ സ്റ്റിക്ക് പാനിലോട്ട് മാറ്റുകയാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ ഇതൊന്ന് കോരി ഒഴിച്ചു നോക്കാം. തവിയിൽ ഇങ്ങനെ കോരി ഒഴിക്കുമ്പോൾ വെള്ളം പോലെ വീഴരുത്, കുറച്ച് കട്ടിയായിട്ട് വീഴണം. അതുവരെ നമ്മൾ കുറുക്കിയെടുക്കണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലോട്ട് മാറ്റാം. ഞാനിപ്പോൾ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുക്കാം. ഫ്രിഡ്ജിൽ ഒരു 3 മുതൽ 4 മണിക്കൂർ വരെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഫ്രിഡ്ജിൽ വയ്ക്കും മുന്നേ പാത്രത്തിന് അടപ്പുണ്ടെങ്കിൽ അടപ്പ് വെച്ചിട്ട് അടച്ചു വയ്ക്കുക. ഇല്ലെങ്കിൽ ഒരു ക്ലിംഗ് പേപ്പറോ അലൂമിനിയം ഫോയിലോ വെച്ചിട്ട് അടച്ചിട്ട് വേണം ഫ്രിഡ്ജിലോട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട്. ഫ്രീസറിലല്ല വയ്ക്കാൻ, താഴെയാണ് വയ്ക്കാൻ. ഇപ്പം ഇതൊരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു കത്തി കൊണ്ട് ഒന്ന് ചെറുതായിട്ട് മുറിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് കോരി എടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. ഇനി ഞാനിവിടെ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് പുഡിങ്ങിൻ്റെ പുറത്തിട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് തന്നെ വേണമെന്നില്ല. തേങ്ങയുടെ വെളുത്ത ഭാഗം ചിരകി എടുത്തിട്ട് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കിട്ടും. ഇപ്പോൾ കാണാൻ നല്ല വെളുത്ത മെത്ത പോലെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതിൽ എന്തെങ്കിലും വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ട്യൂട്ടി ഫ്രൂട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ട്യൂട്ടി ഫ്രൂട്ടിക്ക് പകരം നമുക്ക് ഡ്രൈ ഫ്രൂട്ടോ ക്രിസ്പീസോ ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഇപ്പോൾ ഗാർണിഷ് ചെയ്യാൻ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, കാണാൻ നല്ല ഭംഗി തന്നെയാണ്. അപ്പോൾ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. പുഡിങ്ങിൻ്റെ കൂടെ തേങ്ങയും കൂടെ ആയപ്പോൾ നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ വേഗത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ എല്ലാ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.